ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷന് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന നിലയിൽ സോഷ്യൽ വർക്കിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു രീതിക്കാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ വർക്ക് ഈസ് ദ ഹെൽപ്പിംഗ് പ്രൊഫഷൻ. അതൊരു ഹെൽപ്പിംഗ് പ്രൊഫഷനാണ്, അറിയാലോ. Primary mission of the social work profession is to enhance human well-being and help meet the basic and complex needs of all people with a particular focus on those who are vulnerable, oppressed and living in poverty. അപ്പം സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ പ്രൈമറി ആയിട്ടുള്ള മിഷൻ എന്താണ്? ഹ്യൂമൻ വെൽബീയിങ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള നീഡുകളെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ എന്ന് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ സർവീസാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ പോവർട്ടിയിൽ അകപ്പെട്ടിട്ടുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈമറി മിഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്തെന്ന് പറയും, ഇത്തരത്തിലുള്ള ആരൊക്കെയാണ് ഈ വൾണറബിൾ, ഒപ്രസ്ഡ് അല്ലെങ്കിൽ ദോസ് ഹു ആർ ലിവിങ് ഇൻ പോവർട്ടി, ഇത്തരത്തിലുള്ള ആ സെക്ഷൻസിനെ കൂടുതലായിട്ട് അവരുടെ വെൽബീങ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണിത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, പ്രൊവൈഡ് സോഷ്യോ ലീഗൽ എയ്ഡ്, ലീഗൽ ഫെസിലിറ്റീസ് അല്ലേ, സോഷ്യോ ലീഗൽ ഫെസിലിറ്റീസ് നൽകാൻ സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷന് പറ്റണം. സൊല്യൂഷൻ ടു സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുൻപത്തെ ക്ലാസ്സിൽ. സൊസൈറ്റിയിൽ ജീവിക്കുന്ന നിലയിൽ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ, അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം അതിനെല്ലാം സൊല്യൂഷൻസ് നൽകാൻ പറ്റണം. ഫുൾഫിൽ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്, ദെൻ സ്ട്രെങ്ത് ആൻഡ് ഹാർമോണിയസ് സോഷ്യൽ ആക്ഷൻ, ദെൻ മേക്കിംഗ് പീപ്പിൾ സെൽഫ് സഫിഷ്യൻറ്റ്, എൻഹാൻസ് സെൽഫ് എസ്റ്റീം, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്. പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കും. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. കൺസെൻട്രൈസ് ദ കമ്മ്യൂണിറ്റി, ദെൻ ഇത്രയാണ് പറയുന്നത്. അപ്പം ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കൂ. ഇതൊന്ന് ഓരോ പോയിൻ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി പഠിക്കണം. ഏതൊക്കെയാണ്? പ്രൊവൈഡ് സോഷ്യോ ലീഗൽ എയ്ഡ്, സൊല്യൂഷൻ ടു സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്, ദെൻ ഫുൾഫിൽ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്, സ്ട്രെങ്തൻ ഹാർമോണിയസ് സോഷ്യൽ ആക്ഷൻ, മേക്കിംഗ് പീപ്പിൾ സെൽഫ് സഫിഷ്യൻറ്റ്, എൻഹാൻസ് സെൽഫ് എസ്റ്റീം, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്, കൺസെൻറ്റൈസ് ദി കമ്മ്യൂണിറ്റി. ഇത്രയാണ് കേട്ടോ. കൺസെൻറ്റൈസ് ദ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ അവെയർ ആക്കുക എന്നുള്ളൊരർത്ഥമാണ് പറയുന്നത്. ഓക്കെ, objectives in general are the statements or formulations. Generally, objectives എന്ന് പറഞ്ഞാൽ എന്താണ്? These are the statements or formulations of what we seek to achieve. നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ സീക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫോർമുലേഷൻസിനെയാണ് നമ്മൾ ജനറലി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തിലേക്കെങ്കിലും നയിക്കുന്നു അല്ലേ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോർമുലേഷൻസ് ആണ്. അതെന്താണ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദ പ്രിയാമ്പിൾ ടു ദ അമേരിക്കൻ കൗൺസിൽ ഓൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ്സ്. ഇതൊന്നുമില്ല കേട്ടോ, ഇവർ പറയുന്നൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. CSWE സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് പ്രൊമോട്ട്സ് human well-being by strengthening opportunities, resources and capacities of people in their environments, and by creating the policies and services to correct conditions that limit human rights and the quality of life. അതായത് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽബീയിങ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റികളെ സ്ട്രെങ്തൻ ചെയ്യുന്നു, അതുപോലെ റിസോഴ്സസിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നു,
ദെൻ ആൻഡ് കപ്പാസിറ്റീസ് ഓഫ് പീപ്പിൾ ഇൻ ദെയർ എൻവയോൺമെൻറ്റ്സ്. ഓരോ എൻവയോൺമെൻറ്റുകളിലും ഉള്ള ആൾക്കാരുടെ കപ്പാസിറ്റീസ് അല്ലേ, അതായത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആവാം, നാച്ചുറൽ എൻവയോൺമെൻ്റ് ആവാം. അപ്പോൾ ആ കപ്പാസിറ്റികളെ എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യാൻ ലക്ഷ്യമിടുന്നത്. ആൻഡ് ബൈ ക്രിയേറ്റിംഗ് പോളിസീസ്, അപ്പോൾ പോളിസി ക്രിയേഷനും വരുന്നുണ്ട് ഈ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ. ആൻഡ് ബൈ ക്രിയേറ്റിംഗ് പോളിസീസ് ആൻഡ് സർവീസസ് ടു കറക്റ്റ് ദ കണ്ടീഷൻസ് ദാറ്റ് ലിമിറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് അതുപോലെ തന്നെ ഹ്യൂമൻ ക്വാളിറ്റി ഓഫ് ലൈഫിന് എവിടെയാണ് ഒരു ലിമിറ്റേഷൻ വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് സാധ്യമാക്കുകയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ പോളിസി ക്രിയേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ വർക്ക്സ് ടു എലിമിനേറ്റ് പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്രഷൻ. അത് നമുക്ക് ആദ്യം തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാര്യമാണല്ലേ. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്തിനാണ്, ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവർട്ടി എലിമിനേഷൻ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, സൊസൈറ്റിയിൽ ധാരാളം തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വൾണറബിലിറ്റീസ് ഫേസ് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ ഒപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യുക, ഈ മേഖലകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഗൈഡഡ് ബൈ എ പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, പ്രൊഫഷൻ വർക്ക്സ് ടു എഫക്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് വേൾഡ് വൈഡ് അല്ലേ. അപ്പം എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് എൻവയോൺമെൻറ്റ് പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി. പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റീസ് ഉണ്ടല്ലേ, അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റീസിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, അതുപോലെ തന്നെ കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, the profession works to affect the social and economic justice worldwide. ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇനി സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കുറേയധികം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മളിപ്പം കുറേയധികം ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അത് ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ്. ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ കുറേയധികം ഒരു ഫിഗറിലൂടെ പറഞ്ഞില്ലേ, അതൊക്കെ ജനറൽ ഒബ്ജക്റ്റീവ്സ്. അതും ജസ്റ്റ് നമ്മളൊന്ന് പഠിച്ചു വച്ചേക്കാം. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് സയൻറ്റിസ്റ്റുമാർ നൽകിയിട്ടുള്ള ഡെഫിനിഷൻസും ഉണ്ട്, ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ഓക്കെ, ഡെഫിനിഷൻസ് അല്ല, ഒബ്ജക്റ്റീവ്സും ഉണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് ആണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഹെലൻ വിറ്റ്മറിനെ അറിയാലോ. നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹെലൻ വിറ്റ്മർ. ഹെലൻ വിറ്റ്മറാണ് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോഷ്യൽ വർക്കിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ 19th സെഞ്ച്വറിയോട് കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിറ്റ്മർ 2 ഒബ്ജക്റ്റീവ്സാണ് സോഷ്യൽ വർക്കിനുള്ളതായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ടു ഗീവ് അസിസ്റ്റൻസ് ടു ഇൻഡിവിജ്വൽസ് while removing the difficulties that they face in utilizing the basic services of society and to facilitate effective utilization of community resources for their welfare. ഓക്കെ, എന്താണ് പറയുന്നത്? സിമ്പിളായിട്ട് നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണല്ലേ. ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യുക, അങ്ങനെയാണ് ഇൻഡിവിജ്വലിനെ അസിസ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബേസിക് സർവീസ് ഓഫ് സൊസൈറ്റി യൂട്ടിലൈസ് ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിക്ക് അല്ലേ, ഒരു ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. കൂടുതൽ സ്പെസിഫിക് ആയിട്ടൊന്നുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നില്ല. അപ്പം ഹെലൻ വിറ്റ്മറിൻ്റെ 2 ഒബ്ജക്റ്റീവ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രൈഡ്ലാൻഡർ, W.A. ഫ്രൈഡ്ലാൻഡറിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഫ്രൈഡ്ലാൻഡർ. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ മറന്നു പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തെടുക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രൈഡ്ലാൻഡർ നൽകിയിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. സോഷ്യൽ വർക്കിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ.
ഏതൊക്കെയാണ്? ടു ബ്രിങ് ചേഞ്ച് ഇൻ പെയിൻഫുൾ സിറ്റുവേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇവിടെ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. To develop the constructive forces both within and around the individual and to enhance the democratic and humanistic behavior of the individual. അപ്പോൾ നേരത്തെ വിറ്റ്മർ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഫ്രെഡ്ലാൻഡർ പറയുന്നല്ലേ. ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു ടേം കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡിവിജ്വലിൻ്റെ പെയിൻഫുൾ സിറ്റുവേഷനിൽ മാറ്റം കൊണ്ടുവരാൻ, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫോഴ്സുകളെ എങ്ങനെയാണ് ഇൻഡിവിജ്വലിന് ഉള്ളിലും ആൻഡ് വിത്തിൻ ആൻഡ് അറൗണ്ട് അല്ലേ, ഇൻഡിവിജ്വലിന് ഉള്ളിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ അറൗണ്ട് ദ ഇൻഡിവിജ്വലിലും ആയിട്ട് ഉള്ള കൺസ്ട്രക്റ്റീവ് ഫോഴ്സുകളെ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിസ്റ്റിക് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വലിനെ പ്രൊമോട്ട് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രെഡ്ലാൻഡർ പറയുന്ന ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അടുത്തതായിട്ട് ഗോർഡൻ ബ്രൗൺ പറയുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വിറ്റ്മറിൻ്റെ 2 ഒബ്ജക്റ്റീവ് പഠിച്ചു. പിന്നെ നമ്മൾ ഇപ്പോൾ ഫ്രെഡ്ലാൻഡറിൻ്റെ 3 ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ ഗോർഡൻ ബ്രൗണിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് പഠിക്കുന്നത്. അദ്ദേഹം 4 ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫിസിക്കൽ ഓർ മെറ്റീരിയൽ സപ്പോർട്ട്. വളരെ സിമ്പിളാണല്ലേ, ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ. രണ്ടാമത് പറയുന്നത് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് പറയുന്നത് ടു ഹെൽപ്പിംഗ് സോൾവിങ് ദ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അതും നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജനറൽ ഒബ്ജക്റ്റീവിൽ നമ്മൾ പറഞ്ഞില്ലേ, സൈക്കോ സോഷ്യൽ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഫഷനാണെന്ന് പറഞ്ഞു. ദെൻ ഫോർത്ത് പറയുന്നത് ടു മേക്ക് ദ അഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഇൻഡിവിജ്വൽസ് ഇൻ പ്രോബ്ലംസ് ഫോർ റേസിംഗ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിച്ച് ക്യാൻ പ്രിവെൻറ്റ് പ്രോബ്ലംസ് ഫ്രം ഇൻട്രൂഡിങ്. അപ്പോൾ ഒരു ബേസിക് അല്ലേ, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓരോ ഇൻഡിവിജ്വലും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെ റേസ് ചെയ്യാൻ വേണ്ടി, ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പം അതാണ് സോഷ്യൽ വർക്കിൻ്റെ 4th ഒബ്ജക്റ്റീവായിട്ട് ഗോർഡൻ ബ്രൗൺ പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ടു ഹെൽപ്പ് ഇൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സോൾവിങ് ദ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ദെൻ ടു മേക്ക് അഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽസ് ഇൻ പ്രോബ്ലംസ് ഫോർ റേസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇത്രയുമാണ് ഗോർഡൻ ബ്രൗണിൻ്റെ ഡെഫിനിഷൻ, ഗോർഡൻ ബ്രൗണിൻ്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ, ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, അതായത് സോഷ്യൽ വർക്കിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഓക്കെ, താങ്ക് യു.